إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ജീവിതത്തിന് വേണ്ടി എല്ലാ കാലത്തും പരിശ്രമിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടെല്ലാവരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും അതേ രീതിയിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ് സജ്ജനങ്ങൾക്കായി തയ്യാറ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് ഇടം നൽകപ്പെടുവാനും ഭാഗ്യം സിദ്ധിക്കപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പുകളും സൽക്കർമ്മങ്ങളുമെല്ലാം അല്ലാഹു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്തുകൊണ്ട് നരകമോചനത്തിന് അർഹരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് എത്തിപ്പെടുന്ന ദിവസത്തിൽ അവന് വിജയം നേടിക്കൊടുക്കുന്നത് ഈ ലോകത്തുള്ള അവന്റെ സാമ്പത്തികമായ ശേഷിയല്ല, അതുപോലെ തന്നെ അനുയായി വൃന്ദത്തിന്റെയോ ആൾബലത്തിന്റെയോ പേരിലായിരിക്കില്ല. നല്ല ഒരു ഹൃദയത്തിന്റെ ഉടമയായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ആർക്കാണോ എത്താൻ സാധിക്കുക അവന് മാത്രമായിരിക്കും വിജയമുണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ആയത്താണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കേൾപ്പിച്ചത്. സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കാത്ത ദിവസം, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ് ബിഖൽബിൻ സലീം. രക്ഷപ്പെട്ട, കേടുകളില്ലാത്ത, പോരായ്മകളില്ലാത്ത, പുഴുക്കുത്തുകളില്ലാത്ത ഒരു ഹൃദയവുമായി അള്ളാഹുവിനെ സമീപിക്കാൻ സാധിച്ചവനൊഴികെ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യന്റെ മനസ്സാണ് നന്നാവേണ്ടത് എന്ന് കഴിഞ്ഞ റമളാൻ അവസാനത്തിൽ നമ്മൾ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ്. ആ മനസ്സിനെ ദുഷിപ്പിക്കുന്ന ഒട്ടേറെ രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളിൽ മാരകമായ ഒരു രോഗമാണ് ഹസദ് അഥവാ അസൂയ എന്ന് പറയുന്നത്. ഈ ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ലോകത്താദ്യമായി നടന്ന ഒരു വലിയ ധിക്കാരത്തിന് നിമിത്തമായത് അസൂയയായിരുന്നു എന്ന് നമുക്കറിയാം. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കൈകൾ കൊണ്ട് പടച്ച് പ്രത്യേകമായി സ്ഥാനം നൽകി ആദരിച്ച ആദം അലൈഹിസ്സലാം
ആ മനുഷ്യവർഗത്തിന്റെ പിതാവായ ആദം അലൈഹിസ്സലാമിന് പ്രത്യേകമായ ബഹുമതിയും ആദരവും അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകുകയുണ്ടായി. അതുവരെ അവിടെ നിലവിലുണ്ടായിരുന്ന മലക്കുകളുടെ സമൂഹത്തോടും എല്ലാവരോടും അല്ലാഹു ആദമിന്റെ മുമ്പിൽ പ്രണമിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരും അത് സ്വീകരിച്ചു. ഇബ്ലീസ് അത് സ്വീകരിച്ചില്ല. ഇബ്ലീസ് അഹങ്കരിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് ചെയ്തത്. ആദമിന് തന്നേക്കാൾ ഒരു പ്രത്യേകത കിട്ടുന്നത് തനിക്ക് സഹിക്കാനാവില്ല, തനിക്കതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാവില്ല എന്ന അസൂയ മനസ്ഥിതിയാണ് അള്ളാഹുവിന്റെ കൽപ്പനയെ സ്വീകരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് ആദമിനെ വിലക്കിയത്. നഷ്ടമാർക്കാനുണ്ടായത് അസൂയ വെച്ച് പുലർത്തിയപ്പോൾ എല്ലാവരും പാഠം പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ രംഗങ്ങളിലും ആരോടെങ്കിലുമുള്ള അസൂയ പുലർത്തിക്കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ നഷ്ടം അസൂയ വെച്ചവന് തന്നെയാണ് ഉണ്ടാവുക. ആത്യന്തികമായ നഷ്ടം അവന്റെ തന്നെയാണ്. ആദം അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ സ്ഥാനത്തെ വകവെച്ചു കൊടുക്കുവാൻ അസൂയ എന്ന മനസ്ഥിതി കൊണ്ട് ഇബ്ലീസിന് തയ്യാറാവാതിരുന്നപ്പോൾ അവൻ അഭിശപ്തനാവുകയാണ് ചെയ്തത്. ലോകത്ത് എല്ലാവരാലും അവൻ ശപിക്കപ്പെടുകയാണ് ചെയ്തത്. ഇന്നും പരിശുദ്ധ ഖുർആൻ ഓതുന്ന വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ്. അല്ലാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട റജീമായ ശൈത്താന്റെ ശർറിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ആദം അലൈഹിസ്സലാം എന്ന അസൂയ വെക്കപ്പെട്ട വ്യക്തി ലോക ചരിത്രത്തിൽ നിന്നും മഹാന്മാരുടെ പട്ടികയിലെ പ്രഥമ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് കടന്നുപോകുന്നു. നഷ്ടമെപ്പോഴും അസൂയ വെച്ചവനാണ് ഉണ്ടാവുക, അസൂയാലുവിനാണ് നഷ്ടമുണ്ടാവുക എന്ന് ലോകത്ത് നടന്ന ആദ്യ അസൂയയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ എല്ലാവർക്കും പാഠം ഉൾക്കൊള്ളേണ്ടതായ ഏറ്റവും വലിയ പാഠമാണ്. പിന്നെയും നടന്നു ലോകത്ത് മറ്റൊരു പരമപ്രധാനമായ ഒരു കാര്യം. ലോകത്ത് ആദ്യം നടന്ന കൊലപാതകം എന്തിന്റെ പേരിലാണ്? അസൂയയുടെ പേരിലാണ് നടന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വതുലു അലൈഹിം നബഅ ബിനി ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാന ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കൾ ചരിത്രത്തിൽ അവരെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ടത് ഒരാൾ ഹാബീല്, മറ്റൊന്ന് ഖാബീല്. ഈ രണ്ട് മക്കളിലെ ഇദ് ഖറബാ ഖുർബാന, അവർ രണ്ടാളും അള്ളാഹുവിന് ഒരു ഖുർബാൻ സമർപ്പിച്ചു. രണ്ടാളും അള്ളാഹുവിന്റെ മാർഗത്തിൽ വഴിപാടുകൾ അർപ്പിച്ച് ഫതുഖബ്ബല മിൻ അഹദിഹിമാ, രണ്ടിൽ ഒരാളുടേതേ അല്ലാഹു സ്വീകരിച്ചുള്ളൂ. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റേയാളുടെ സ്വീകരിക്കപ്പെട്ടില്ല. ഒരാളുടെ സ്വീകരിച്ചു, അവൻ അള്ളാന്റെ അടുക്കൽ ഒരു സ്ഥാനം, എന്റെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് ആ ഒരു രൂപത്തിലുള്ള മനസ്ഥിതി, മറ്റവന് കിട്ടിയ ഖൈറ്, മറ്റവന്റെ ആ ഉന്നതമായ സ്ഥാനം, തനിക്ക് കിട്ടിയ ആ സ്ഥാനക്കുറവ്, തനിക്ക് കിട്ടിയ അവഗണന, മറ്റവന് കിട്ടിയ പരിഗണന, ഇവനെ കൊണ്ട് പറയിപ്പിച്ചു. അസൂയാലു എന്തും ചെയ്യും. അസൂയാലു മറ്റവനെ ഒതുക്കിയിട്ടേ അടങ്ങൂ, ഒരുപക്ഷെ കൊന്നിട്ടേ അടങ്ങൂ. അതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ 113-ാമത്തെ അധ്യായം സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞുകൊണ്ട് നാം ഏവരും അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്ന ഒരു അധ്യായം. ആ സൂറത്തുൽ ഫലഖിന്റെ അവസാനം അല്ലാഹുവിനോട് നാം കാവൽ ചോദിക്കുന്നത് എന്തിൽ നിന്നൊക്കെയാണ്? വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലു അസൂയ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ശർറിൽ നിന്ന്. ഞാൻ നേരത്തെ പറഞ്ഞത് ആത്യന്തികമായി വിജയം അസൂയ വെക്കപ്പെട്ടവന് തന്നെയാണ് ഉണ്ടാവുക. അസൂയാലു പരാജയപ്പെടും. പക്ഷേ ദുന്യവിയായ ചില ഉപദ്രവങ്ങളൊക്കെ വരുത്തി വെക്കാൻ അസൂയാലുവിന് കഴിയും. അസൂയക്കാരന്റെ അസൂയക്ക് അവൻ ചില പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ രൂപത്തിലുള്ള പദ്ധതികൾ അവൻ ആവിഷ്കരിച്ചുകൊണ്ട്, പ്ലാനുകളും പദ്ധതികളും കുശുംബവന്റെ ഹൃദയത്തിൽ മുഴുത്തുകൊണ്ട്, ചതിയിലൂടെ, വഞ്ചനയിലൂടെ, അതുപോലെ തന്നെ ആരോപണങ്ങളിലൂടെ, ഒട്ടേറെ കാര്യങ്ങളിലൂടെ എതിർപക്ഷത്തുള്ളവനെ ഒതുക്കി നശിപ്പിച്ചു കളയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. താൽക്കാലികമായി അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ അസൂയ വെക്കപ്പെട്ടവനുണ്ടായേക്കും. അതുകൊണ്ട് തന്നെയാണ് പടച്ചവനോട് കാവൽ ചോദിക്കാൻ പറഞ്ഞത്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലു അസൂയ വെച്ചാൽ ഉണ്ടാകുന്ന ശർറിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന്.
നോക്കണം, അസൂയ വെച്ചാൽ എന്തെല്ലാം ഷർറുകൾ ഉണ്ടായേക്കാം. ഹാബീൽ എന്ന് പറയുന്ന മഹാനായ ആ മനുഷ്യനെ ഖാബീൽ എന്ന് പറയുന്ന ഈ മകൻ എന്തു ചെയ്തു? എന്താണ് അസൂയ മൂത്തുകൊണ്ട് പറയുന്നത്? ലാ ഖുതുലന്നക, നിന്നെ ഞാൻ കൊന്നുകളയും, നിന്നെ ഞാൻ കൊന്നുകളയും. എനിക്കൊരു അവഗണന, നിനക്കൊരു പരിഗണനയോ, നിനക്കങ്ങനെ ഒരു സ്ഥാനമോ, നിനക്കങ്ങനെ ഒരു ഔന്നത്യമോ പാടില്ല. നിന്നെ ഞാൻ നശിപ്പിച്ചു കളയും, നിന്നെ വെച്ചേക്കില്ല. ആ അവസരത്തിൽ ഈ മഹാനായ മനുഷ്യൻ ആദമിന്റെ മറ്റേ പുത്രൻ പറഞ്ഞത് അതേ രൂപത്തിൽ പ്രതികരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സഹിക്ക് സഹോദര, നിങ്ങൾ എന്തിന് എന്നോട് അസൂയ വെക്കുന്നു? നിങ്ങളുടെ ഖുർബാൻ സ്വീകരിച്ചില്ലെങ്കിൽ ഖുർബാൻ സ്വീകരിക്കാൻ ചില മാനദണ്ഡങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കുക. റമദാൻ 30 നോമ്പെടുത്തവരെ, ശവ്വാലിലെ 6 നോമ്പിൽ തുടർന്നു കൊണ്ടിരിക്കുന്നവരെ, ഏത് സൽക്കർമ്മങ്ങളെ കുറിച്ചും ഞാൻ കുറെ ചെയ്തു എന്ന ധാരണ വേണ്ട. അല്ലാഹു സ്വീകരിക്കുക മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും. തഖ്വയുടെ കേന്ദ്രം മനസ്സാണ്. ആ മനസ്സ് വൃത്തിയായിട്ടില്ലെങ്കിൽ അല്ലാഹ്ക്ക് നോമ്പ് വേണ്ട, അല്ലാഹ്ക്ക് അവന്റെ സുന്നത്തുകൾ വേണ്ട, അവന്റെ അനുഷ്ഠാനങ്ങളും വേണ്ട. അതുകൊണ്ട് മനസ്സിന്റെ ശുദ്ധിയാണ് സഹോദരാ പ്രധാനമെന്ന് ഈ മകൻ മറ്റേ സഹോദരനെ ഉപദേശിക്കുകയാണ്. അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്നേ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കാൻ പരിശ്രമിക്ക്. നീ എന്നെ കൊല്ലും എന്ന് പറഞ്ഞതുപോലെ നിന്നോട് കയ്യാങ്കളിക്കൊന്നും ഞാനില്ല. ലൈൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ നബി ബാസിതി യദി ഇലൈക ലിയഖ്തുലക, നിന്നെ കൊല്ലാനൊന്നും ഞാൻ തയ്യാറില്ല. കാരണം ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, സർവലോക പരിപാലകനായ അല്ലാഹുവിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അരുതാത്തത് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അള്ളയാണ് സ്ഥാനം നൽകുന്നത്, അള്ളയാണ് പദവി നൽകുന്നത്. ഒരാൾക്ക് പദവി നൽകണോ, ആർക്ക് പദവി നൽകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് പടച്ച റബ്ബാണ്. അതിൽ വിദ്വേഷം വെച്ചുകൊണ്ട്, പക വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സർവലോക രക്ഷിതാവായ അല്ലാഹുവല്ലേ സ്ഥാനം കൊടുക്കുന്നത്, അവനല്ലേ സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്, അവനല്ലേ എല്ലാ രൂപത്തിലുമുള്ള അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവനോട് വിദ്വേഷം വെക്കാനും പകവെക്കാനും ഞാനാര്? അവനെ മാത്രം ഞാൻ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് ഞാൻ എതിര് ചെയ്യൂല. അദ്ദേഹം സഹിച്ചു, ക്ഷമിച്ചു. പക്ഷേ അസൂയ മൂത്തവനുണ്ടോ? അസൂയ മൂത്തവൻ അവൻ ഉദ്ദേശിച്ചത് നടത്തിയേ ഉറങ്ങൂ, അല്ലാത്തവൻ അത് സാധ്യമല്ല. അതുകൊണ്ട് ഇവൻ എന്തു പറഞ്ഞു? ഇവൻ കൃത്യമായി തന്നെ ആ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. സഹോദരൻ പിന്നെയും ഉപദേശിച്ചു, നീ നിന്റെ പാപത്തിന്റെ ഭാരം വഹിക്കേണ്ടി വരും. എന്നെ കൊന്ന ഭാരം, അതുപോലെ തന്നെ നിന്നെ ഈ അസൂയക്ക് പ്രേരിപ്പിക്കുന്ന ഭാരം ഒക്കെ നിനക്കുണ്ടാകും. അതുകൊണ്ട് നല്ലവനായി ജീവിക്കാൻ നോക്കി, കയ്യാങ്കളിക്ക് മുതലല്ലേ. അവസാനം തന്റെ സഹോദരനെ കൊല്ലാൻ തന്നെയാണ് അയാൾ തീരുമാനിച്ചത്. അങ്ങനെ കൊന്നപ്പോൾ അതേ അസൂയ വെച്ചവന്റെ അസൂയയുടെ പ്രവൃത്തി കൊണ്ട് നഷ്ടം അവന് തന്നെയാണ്. അവൻ നഷ്ടകാരികളിൽ പെട്ടുപോയി. അവൻ കൊലപാതകമല്ലേ നടത്തിയത്. ഈ കൊന്നിട്ട് ഈ ഭൗതികമായ ശരീരം എങ്ങനെ മറവ് ചെയ്യണമെന്ന് പോലും അറിയില്ല. എങ്ങനെ ഈ ശരീരം മറവ് ചെയ്യണം എന്ന് പോലും അറിയാതെ അവൻ അന്തം വിട്ട് നിൽക്കുമ്പോൾ ഒരു കാക്കപ്പക്ഷിയെ അല്ലാഹു തആല പറഞ്ഞേക്കുകയാണ്. ആ കാക്ക വന്നുകൊണ്ട് മണ്ണിൽ ഇങ്ങനെ മാന്തിയെടുക്കുന്ന ഒരു കുഴിയുണ്ടാക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഇവന് മനസ്സിലായി, ഈ രൂപത്തിൽ ഒരു കുഴിയെടുത്ത് ഇതിൽ മൂടിയാൽ മതിയെന്ന് അവന് തോന്നിപ്പോയി. യാ വൈലതാ അജസ്തു അൻ നകൂന മിസ്ല ഹാദൽ ഖുറാബ് ഫവാരിയ സൗഅത അഖി ഫഅസ്ബഹ മിനൻ നാദിമീൻ. അവൻ വല്ലാത്ത ദുഃഖത്തിൽ പെട്ടു, ഖേദത്തിൽ പെട്ടു. ചെയ്യേണ്ട എല്ലാ വേലയും ചെയ്തിട്ട് അവസാനം ദുഃഖിച്ചിട്ട് എന്തു ഫലം? അവൻ പിന്നെ സങ്കടപ്പെട്ടിട്ട് എന്തു ഫലം? അവന് ഇത്രത്തോളം ഞാൻ നശിച്ചു പോയല്ലോ എന്ന് പിന്നെയാണ് ബോധോദയം ഉണ്ടാകുന്നത്. അതേ കോപം കൊണ്ടും അസൂയ കൊണ്ടും ഓരോരുത്തർക്കെതിരെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പിന്നീടുണ്ടാകുന്ന നഷ്ടബോധം, പിന്നീടുണ്ടാകുന്ന കുറ്റബോധം, പിന്നീടുണ്ടാകുന്ന ഖേദപ്രകടനം, അതിന് വിലയുണ്ടാകില്ല. അതുകൊണ്ട് എടുത്തു ചാടരുത്, കോപിക്കരുത്. അസൂയ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അസൂയാലുവിനാണ് ആത്യന്തികമായ നഷ്ടമുണ്ടാകുന്നത്. അത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ് അസൂയ. അസൂയ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈമാൻ വഴിമാറും. രണ്ടും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കില്ലെന്നാ ഹബീബ് പഠിപ്പിച്ചത്.
ഇരുട്ട് വന്നയിടത്ത് വെളിച്ചം പോവില്ലേ? വെളിച്ചം വന്നയിടത്ത് ഇരുട്ടുണ്ടാകുമോ? രണ്ടും ഒരുപോലെ ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടാത്തതുപോലെ ലാ യജ്തമിഉ ഫീ ജൗഫി അബ്ദിൻ അൽ-ഈമാനു വൽ ഹസദ്, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ഉള്ളിൽ ഈമാനും ഹസദും ഒരുമിച്ച് ഒത്തുകൂടുകയില്ല. ഈമാനുണ്ടെങ്കിൽ ഹസദില്ല, ഹസദുണ്ടെങ്കിൽ ഈമാൻ പോവുകയാണ്. അതുകൊണ്ട് മുഅ്മിനായി തീരുന്നതിന്റെ ലക്ഷണം തന്നെ എന്താണ്? അസൂയയുടെ മൂല കാരണം തന്നേക്കാൾ തന്റെ സഹോദരന്റെ വളർച്ചയല്ലേ, തന്നേക്കാൾ അവന്റെ മികവല്ലേ, തന്നേക്കാൾ അവന്റെ കഴിവല്ലേ? ഈ കഴിവ് അംഗീകരിച്ചു കൊടുക്കാൻ എനിക്കെന്ന് മനസ്സ് വരുന്നു, എനിക്ക് ഞാൻ എന്തൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു അത് മറ്റവനും ഉണ്ടാകണമെന്ന ആഗ്രഹം എന്റെ ഖൽബിലുള്ളിടത്തോളം അപ്പോഴേ ഈമാൻ ജ്വലിച്ചു നിൽക്കുകയുള്ളൂ. അതാണ് ഹബീബ് പഠിപ്പിച്ചത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയായി തീരുകയില്ല ഏതുവരെ? ഹത്താ യുഹിബ്ബ ലിഅഖീഹി, തന്റെ സഹോദരന് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ. മാ യുഹിബ്ബു ലിനഫ്സിഹി, തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത്, തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഈമാൻ പൂർണ്ണമല്ല. അസൂയയുടെ മൂലഹേതു എന്താണ്? തന്റെ സഹോദരന് കിട്ടി, എനിക്ക് കിട്ടിയില്ല, അവനുള്ളത് എനിക്കില്ലാതെ പോയി, അവനുള്ള പ്രസിദ്ധി എനിക്കില്ലാതെ പോയി, അവനുള്ള സമ്പത്ത് എനിക്കില്ലാതെ പോയി, അവനുള്ള ഇൽമ എനിക്കില്ലാതെ പോയി, അവനുള്ള രൂപത്തിലുള്ള സ്വാധീനം എനിക്കില്ലാതെ പോയി. ആ നിലക്കാകുമ്പോ എന്ത് വരുന്നു? ഇഷ്ടപ്പെടാൻ കഴിയില്ല. അങ്ങനെ തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടാൻ കഴിയുന്നത് വരെ ഈമാൻ ഉണ്ടാവില്ലെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മനുഷ്യരെ ഇതിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ കാരണങ്ങൾ അതാണ്. ഭൗതിക ലോകത്തുള്ള സ്ഥാനമാനങ്ങൾ, ഭൗതിക ലോകത്തുള്ള ആ പ്രത്യേകമായ പദവി, അത് പണം കൂടുമ്പോഴാണ് ലോകത്തുണ്ടാവുക. സമൂഹത്തിൽ പണം ധാരാളമായാൽ അതിനുവേണ്ടി അടിപിടി ഉണ്ടാകും, അതിന്റെ പേരിൽ അസൂയയുണ്ടാകും. അതാര് കൈകാര്യം ചെയ്യണം എന്ന കണക്കുകളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പ്രവചിച്ചു കഴിഞ്ഞു. വല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും വലാകിന്നി അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ അലൈക്കും കമാ ബുസിതത് അലാ മൻ കാന ഖബലക്കും ഫതനാഫസുഹാ കമാ തനാഫസുഹാ വതുഹ്ലികക്കും കമാ അഹ്ലകതുഹും. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. വളരെ ഗൗരവത്തോടെ ആലോചിക്കുക. അവിടുന്ന് പറയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മൽ ഫഖറ അഖ്ശാ അലൈക്കും, ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല, ദാരിദ്ര്യത്തെ അല്ല ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത്. നിങ്ങളൊക്കെ പൈസ ഇല്ലാതായി പോകോ, നിങ്ങൾക്കൊക്കെ കാശില്ലാതായി പോകോ, ഫക്കീറന്മാരായി പോകോ എന്റെ ഉമ്മത്ത്, അതിലല്ല എനിക്ക് പേടി. വലാകിന്നി അഖ്ശാ അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് അൻ തുബ്സത ദുനിയാ അലൈക്കും, നിങ്ങൾക്ക് പണവും സൗകര്യങ്ങളും വല്ലാതെ കൂടുന്നതാണ്. ദുനിയാവ് നിങ്ങൾക്ക് ധാരാളമായിട്ട് അങ്ങോട്ട് പരത്തി നൽകപ്പെടുന്നതിലാണ് ഞാൻ ഭയപ്പെടുന്നത്. അങ്ങനെ മുമ്പുള്ള സമൂഹങ്ങൾക്കൊക്കെ ഒരുപാട് പണം കിട്ടിയപ്പോ അതിന്റെ പേരിൽ അധികാരമോഹങ്ങളും വടംവലികളും സ്ഥാനമാനങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും വഴക്കുകളും വക്കാണങ്ങളും ഗ്രൂപ്പ് തിരിച്ചലുകളും പ്രശ്നങ്ങളും എല്ലാം ആയിട്ട് ഫതനാഫസുഹാ കമാ തനാഫസുഹാ, അവരും മത്സരിച്ചതുപോലെ നിങ്ങളും മത്സരിച്ചേക്കുമോ ഞാൻ ഭയപ്പെടുന്നു. വതുഹ്ലികക്കും, നിങ്ങളെ നശിപ്പിച്ചേക്കുമോ കമാ അഹ്ലകതുഹും, അത് അവരെ നശിപ്പിച്ചതുപോലെ. ഇതാണ് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഭൗതികമായ മോഹങ്ങൾ ഒരാൾക്കത് ഉണ്ടായിത്തീരണം. ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ എന്തിനാ അസൂയപ്പെടണം? അസൂയ വെച്ചിട്ടൊരു കാര്യം നീങ്ങോ? ഞാനൊരു തന്റെ നന്മയെ കൊണ്ട് പല്ല് കടിച്ച് ഉറക്കമൊഴിച്ച് എന്റെ ഭക്ഷണത്തിന്റെ രുചി പോയി, എന്റെ ഉറക്ക് പോയി എന്നല്ലാതെ ആ മനുഷ്യന്റെ ആ നന്മയിൽ അള്ള വല്ല കോട്ടം വരുത്തോ? അല്ലെങ്കിൽ അസൂയ വെക്കുന്നത് വാസ്തവത്തിൽ ആരോടാ? ഞാൻ ഒരാളോട് അസൂയ വെച്ച് പുലർത്തിയാൽ അത് എത്തുന്നത് ആരിലേക്കാണ്? അയാൾക്ക് ആ നന്മ കൊടുത്തവനിലേക്കല്ലേ? ആരാണ് അയാൾക്ക് ആ നന്മ കൊടുത്തത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജൂതന്മാർക്ക് എന്തേ ഇത്ര അസൂയ? എന്തേ ജൂതന്മാർക്ക് ഇത്ര അസൂയ ഉണ്ടാകാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകനെ കുറിച്ച് അവർ അംഗീകരിക്കുന്ന വേദപുസ്തകത്തിൽ പരാമർശമുണ്ടായിരിക്കെ ആ നബിയെ ആദ്യമായി കെട്ടിപ്പുണർന്ന് സ്വീകരിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകളായിരിക്കെ എന്തുകൊണ്ട് യഹൂദികൾ അതിനെതിരെ നിന്നു? അസൂയ.
അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയവരോട് അസൂയ വെച്ച നിങ്ങൾക്കാണ് നഷ്ടം. ലോക ചരിത്രത്തിൽ എന്നും ജൂതന്മാർ അഭിശപ്തരാണ്. അസൂയ വെക്കപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോഴെല്ലാം വാനിലും ഭുവനലോകത്തും മുഴുവനും അവിടുത്തേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉയരുന്ന മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആർക്കാ പ്രശ്നം? അസൂയക്കാരന് ഉറക്കമുണ്ടാവില്ല, അവന്റെ ശരീരവും മെലിയും, അവന്റെ പല്ല് കടിച്ചു ഞെരിച്ച് മുഖക്കാകതായി, ഉറക്കൂല്ല, ഒന്നുമില്ല. എന്താ? മറ്റവന്റെ വളർച്ച. ഇതിനൊരു കാര്യമില്ല. മറിച്ച് എന്റെ റബ്ബ് എന്താ ഇതിന് നിവാരണ മാർഗം നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് വിരിച്ചത് എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്, പിന്നെ ഞാനതിന് മറ്റവനോട് ചെയ്യപ്പെടണം? എനിക്ക് വിരിച്ചത് കിട്ടിയിട്ടുണ്ട്. അള്ളാഹ് എന്റെ സഹോദരന് വിരിച്ചത് അയാൾക്ക് കൊടുത്തു. ഇതാണ് അതിനുള്ള പരിഹാര മാർഗം. ലാ തഹാസദൂ, നിങ്ങൾ അസൂയ കാണിക്കരുത്. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നു, ഇർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. നീ അല്ലാഹ് നിനക്ക് വീതിച്ചു തന്നതിൽ തൃപ്തിപ്പെട്ടോ എങ്കിൽ നീ വലിയ ധന്യനായി. ഈ വലിയ ധനവാനാകപ്പോഴാ അല്ലാഹ് നിനക്ക് തന്നതിൽ നിനക്ക് തൃപ്തി തോന്നുമ്പോ അതിലിങ്ങനെ ഭയങ്കര വിഷമം. എനിക്ക് തന്നത് പോരാ, മറ്റോന്റേത് പോണം, മറ്റോന്റേത് പോണം, മറ്റേ ആളത് പോണം എന്നുള്ള മനസ്സാണ് ഈ അസൂയ. അസൂയ എന്ന് പറയുന്നത് മറ്റേ ആളത് പോണം എന്നാണ്. എനിക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല, മറ്റേ ആളത് പോണം. കുഞ്ഞുനാളിൽ കാണുന്ന ഒരു പ്രകൃതി അത്. ചെറിയ കുട്ടികൾ ഉണ്ടല്ലേ, ഒരു കുട്ടി കളിപ്പാട്ടം കൊണ്ട് ഇങ്ങനെ കളിക്കുമ്പോ മറ്റേ കുട്ടി കരയും. മറ്റേ കുട്ടി കരയുമ്പോ സാരല്ല, നിനക്കും ഞാൻ വാങ്ങിച്ചു തരണ്ടേ, മോൻ കരയണ്ട എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോ ചില കുട്ടികൾ കരച്ചിൽ നിർത്തൂല. അവസാനം മറ്റേ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാപ്പതാണ് വാങ്ങിച്ചാലോ മറ്റേ കുട്ടി കരച്ചിൽ ഉടനെ നിർത്തും. എന്താ പ്രശ്നം? എന്തേ പ്രശ്നം? അവന് കളിക്കോപ്പ് കിട്ടിയോ? കിട്ടിയില്ല. മറ്റവൻ്റെതും പോയില്ലേ. അപ്പൊ തനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, മറ്റവൻ്റെത് പോണം, ഇങ്ങനെ നശിക്കണം. ഈ നശീകരണ മനസ്ഥിതി, ഈ അസൂയ ഒന്നും ഇതുകൊണ്ട് നേടാനില്ല. എനിക്കെന്റെ റബ്ബ് തന്നു, എന്റെ റബ്ബാണ് അയാൾക്കും കൊടുക്കുന്നത്. അം യഹ്സുദൂന അന്നാസ്, നിങ്ങൾ ജനങ്ങളോട് അസൂയ വെച്ച് പുലർത്തുകയാണോ? അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹ് അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് കൊടുത്തു എന്നതിന്റെ പേരിൽ അല്ലാഹയല്ലേ തീരുമാനിക്കുന്നത്. നമ്മൾ അസൂയ വെച്ചത് കൊണ്ട് പടച്ചോനെ നിർത്തിവെക്കോ? അപ്പൊ അതുകൊണ്ട് അതൊക്കെ മനസ്സിനെ പഠിപ്പിക്കലാണ് അസൂയ പോക്കിക്കളയാനുള്ള മാർഗം. അസൂയ അൽ ഹാലിഖ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പറഞ്ഞത്. അത് മുട്ട വടിക്കുന്നു, അത് ഷേവ് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അസൂയയെ വിശേഷിപ്പിച്ചത് ഷേവ് ചെയ്യുന്നവൻ. എന്താ അങ്ങനെ പറഞ്ഞ? ഷേവ് ചെയ്യുന്നവൻ വല്ലതും ബാക്കി ഉണ്ടാവോ? ഇല്ല. നിന്റെ നന്മയെ അത് ഷേവ് ചെയ്ത് കളയും, നിന്റെ നന്മയെ അത് നശിപ്പിച്ചു കളയും. ഇയ്യാകും വൽ ഹസദ്, അസൂയയെ സൂക്ഷിച്ചോളണം. ഫഇന്നൽ ഹസദ തഅകുലുൽ ഹസനാത്ത്, നന്മകളെ അത് തിന്നുകളയും. കമാ തഅകുലുൻ നാറുൽ ഹതബ, തീ വിറകിനെ തിന്ന് നശിപ്പിക്കും പോലെ നിന്റെ നന്മകളെ അത് നശിപ്പിച്ചു കളയുന്നു. അതുകൊണ്ട് കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് അല്ലാഹ് തനിക്ക് നൽകിയത് എമ്പാടുമുണ്ട്. അവനും കൊടുത്തതല്ല, എനിക്ക് തരാതിരുന്നതല്ല, അവന് കൊടുത്തതല്ല, എനിക്ക് ഇത്രേ വേണ്ടു, അല്ലാഹയാണ് തീരുമാനിക്കുന്നത്. അതിലൂടെ മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. എന്നാ ഉറങ്ങാ. മറ്റേത് ഉറക്കുമില്ല, ഭക്ഷണമില്ല, മറ്റവന്റെ വളർച്ചയിൽ ഇങ്ങനെ കുശുമ്പം കാണിച്ച് സർവ്വ ഫിത്നയും ഫസാദുകളുമായിട്ട് അങ്ങനെ ഒരു ചുറ്റും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങളെ മുഴുവൻ വടിച്ച് വെടുപ്പാക്കി സേവ ചെയ്ത് കളയുന്ന സൂയ എന്ന മാരകമായ രോഗത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചറിയുക, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് ഈ നിലക്ക് നമ്മുടെ ഈമാനിനെ നമ്മുടെ ഹൃദയത്തിൽ ജ്വലിപ്പിച്ച് നിർത്തുവാൻ ആവശ്യമായ എല്ലാ രൂപത്തിലുള്ള വെളിച്ചങ്ങളെയും നാം സ്വാംശീകരിക്കുക, ഉൾക്കൊള്ളുക. സർവശക്തനായ ഹൃദയത്തെ ദുഷിപ്പിക്കുന്ന മാരകമായ സർവ്വരോഗങ്ങളിൽ നിന്നും എല്ലാവർക്കും കാവൽ നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറില്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ സൂക്ഷ്മതയുള്ള ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അസൂയ എന്ന പേരുണ്ടെങ്കിലും അസൂയയിൽ പെടാത്ത രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലാ ഹസദ ഇല്ലാ ഫി സനതൈൻ, രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ അസൂയ വെച്ചോളൂ. അസൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരാളത് നീങ്ങിപ്പോകലല്ല, അയാൾക്കുള്ള ഖൈർ ഇങ്ങനെ കണ്ടിട്ട് വല്ലാത്തൊരു സന്തോഷം. അടച്ചോനെ, അയാൾക്ക് അങ്ങനെ കഴിയുന്നുണ്ടല്ലോ, എനിക്കും അതുപോലെ ഉണ്ടാകണം. അയാളുടെ നീങ്ങല്ല, അയാളത് വളരണം, ഉണ്ടാവട്ടെ, ഖൈറാവട്ടെ, എനിക്കതുപോലെ ഉണ്ടായെങ്കിൽ. ആ ആഗ്രഹം തെറ്റായ അസൂയയിൽ പെടുന്നില്ല എന്ന് ഹബീബ് പഠിപ്പിക്കുകയാണ്. അതിലൊരു രണ്ട് ഉദാഹരണം അവിടുന്ന് പറഞ്ഞു. റജുലുൻ, ഒരാൾ, ആതാഹുല്ലാഹു മാല, ഒരാൾക്ക് അല്ലാഹു ധാരാളമായി സമ്പത്ത് കൊടുത്തിട്ടുണ്ട്.
ധാരാളം സമ്പത്ത് കൊടുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ. അങ്ങനെ അയാൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു അയാൾക്ക് നൽകിയ സമ്പത്ത്, ആ സമ്പത്ത് കൊണ്ട് മതിമറന്ന് പടച്ചവന് വെറുപ്പുള്ളതൊന്നും അയാൾ ചെയ്യാതെ അള്ളാഹ് നൽകിയ മുഴുവൻ സമ്പത്തിലൂടെയും അയാൾ ചെയ്യുന്നത് എന്താ? ആ സമ്പത്തിലൂടെ ഹറാമിലേക്കൊന്നും അയാൾ പോകുന്നില്ല, മറിച്ച് ഫസുല്ലിത അലാ ഹലകതിഹി ഫിൽ ഹഖ്, നേരായ മാർഗത്തിൽ മാത്രമാണ് അയാൾ അത് വിനിയോഗിക്കുന്നത്. അങ്ങനെ ധാരാളമായി പണം കിട്ടിയ ഒരു വ്യക്തി അള്ളാഹ്ക്ക് പൊരുത്തമുള്ള മാർഗങ്ങളിലേക്ക് മാത്രം അത് വിനിയോഗിക്കുന്നത് ഒരാൾ കാണുമ്പോൾ പടച്ചോനെ, അയാൾ എന്തൊരു ഭാഗ്യവാനാണ്, എത്ര അയാൾക്ക് പൈസ കൊടുത്ത്, പൈസ കൊടുത്താലും പോരാ, അതൊക്കെ ഹക്കിൽ അയാൾ നല്ല മാർഗത്തിലല്ലാതെ ആ മനുഷ്യൻ ചെലവഴിക്കുന്നില്ലല്ലോ, അയാൾക്കൊക്കെ എന്തായിരിക്കും അത്യുന്നതമായ പദവി. പടച്ചോനെ, അദ്ദേഹത്തിന് അത് വർദ്ധിപ്പിച്ചു കൊടുക്ക്. അള്ളാഹുവേ, എനിക്കും നീ അത് നൽകിയിരുന്നെങ്കിൽ എനിക്കും അതുപോലെ ചെയ്യാമായിരുന്നു. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. രണ്ടാമത് അവിടുന്ന് പറഞ്ഞത് റജുലുൻ ആതാഹുല്ലാഹുൽ ഹിക്മത ഫഹുവ യഖ്ദി ബിഹാ വയുഅല്ലിമുഹാ. മറ്റൊരു വ്യക്തി, അയാൾക്ക് അല്ലാഹു ധാരാളം ഇൽമു കൊടുത്തിട്ടുണ്ട്, ധാരാളമായി പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ഹദീസുകളെ സംബന്ധിച്ചൊക്കെ ഇൽമു കൊടുത്തൊരു വ്യക്തി, അയാളുടെ ഒരു നശിച്ചു കാണാനല്ല ആഗ്രഹിക്കേണ്ടത്. അയാൾ അത് മുഖേന സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അതിൽ കുശുമ്പല്ല നമ്മൾ വേണ്ടത്. പടച്ചോനെ, അയാൾക്കത് വളർത്തിക്കൊടുക്കല്ലോ. അദ്ദേഹത്തിന്റെ നാവിന്റെ കഴിവ്, അദ്ദേഹത്തിന്റെ തൂലികയുടെ കഴിവ് നീ വളർത്തിക്കൊടുക്കല്ലോ. അങ്ങനെ അയാൾക്ക് ധാരാളം ഇൽമു കിട്ടിയിട്ട് അത് മുഖേന അയാൾ ജനങ്ങൾക്കിടയിൽ വിധിക്കുന്നു, അത് പഠിപ്പിക്കുന്നു, അത് നിലനിർത്തി കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം പടച്ചവനെ, എനിക്ക് അത്ര എത്താൻ കഴിഞ്ഞില്ലല്ലോ, എനിക്കും റബ്ബേ ഇൽമു താ, എനിക്കും നിന്റെ കിതാബിനെ പറ്റി അറിവുതാ, എനിക്കും നിന്റെ ഹബീബിന്റെ ഹദീസുകളെ സംബന്ധിച്ച് അറിവുതാ, അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനുള്ള കഴിവുതാ. അങ്ങനെ മറ്റേ വ്യക്തിയുടെ കഴിവിലും വളർച്ചയിലും അസൂയപ്പെടാതെ അദ്ദേഹത്തിന്റെ കഴിവും വളർച്ചയും വർദ്ധിപ്പിച്ചു കൊടുക്കാനും എനിക്കും ആ പദവി നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുവാനും ചെയ്യുന്നുവെങ്കിൽ, മനസ്സ് കാണിക്കുന്നുവെങ്കിൽ, അതൊരു വല്ലാത്ത നന്മയുടെ ഹസദാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതിലൊക്കെയാണ് മത്സരം വേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവരെ മുഴുവനും ഇതിലൊക്കെ വേണ്ടി മത്സരിക്കട്ടെ. മോശത്തരങ്ങൾക്ക് വേണ്ടി മത്സരിക്കണ്ട, വേണ്ടാത്തരങ്ങൾക്ക് വേണ്ടി മത്സരം വേണ്ട, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ മത്സരിക്കട്ടെ. അതേ, വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. ആ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ നിലനിർത്താൻ. ചീത്തയുടെ കാര്യത്തിലൊരു മത്സരം വേണ്ട, ചീത്തയോട് സഹകരണം വേണ്ട, നന്മയുടെ കാര്യത്തിലുള്ള മത്സരം, അതിനുവേണ്ടി വിജയത്തിന് വേണ്ടി അള്ളാഹുവിനോടുള്ള തേട്ടം. ആരോടും പകയില്ല, വിദ്വേഷമില്ല, ആരുടെയും വളർച്ചയില്ല, അസൂയയില്ല. എത്ര വലിയ സമ്പന്നനാവട്ടെ, എത്ര വലിയ ആലിമാകട്ടെ, എത്ര വലിയ പ്രവർത്തകനാകട്ടെ, എത്ര വലിയ സ്വാധീനമുള്ളവനാകട്ടെ, എത്ര വലിയ സമ്പന്നനാവട്ടെ, ആരോടുമില്ല. എല്ലാം അള്ളയാണ് നൽകുന്നത്, അള്ളയാണ് തീരുമാനിക്കുന്നത്. എല്ലാം വേണ്ടത് ആർക്കൊക്കെ ഏതൊക്കെ വേണ്ട അളവില്ലെന്ന് തീരുമാനിക്കുന്ന കേന്ദ്രം അള്ളയാണ്. വിഷമവും വിദ്വേഷവും തോന്നുന്നുവെങ്കിൽ ആ തീരുമാനിച്ച റബ്ബേ, നിന്റെ തീരുമാനത്തോട് എനിക്ക് വിദ്വേഷമാണെന്നാണ് അതിന്റെ അർത്ഥം. നീ കൊടുത്ത കൊടുക്കലിനോട് എനിക്ക് താല്പര്യമില്ലെന്നാണ് അർത്ഥം. നിന്റെ വീതം വെപ്പിനോട് എനിക്ക് ദേഷ്യമാണെന്നാണ് അർത്ഥം. ആരോടാ ദേഷ്യം, ആരോടാ വിദ്വേഷം, ആരോടാ കോപം? പടച്ച റബ്ബിനോടോ. അതുകൊണ്ടാ പറഞ്ഞത്, നിന്റെ നന്മയെ മുഴുവൻ വെട്ടി വെളിപ്പിച്ച് ഷേവ് ചെയ്യുന്ന, കാർന്നു തിന്നുന്ന, നീ വിറക് എത്ര പാത്രം അത് തീയിൽ അടുപ്പിൽ വെന്ത് കരിയുന്നത് കാണുന്നില്ല, ചാരമാക്കി കളയും നിന്റെ അമലുകളെ. പരലോകത്തൊന്നും കാണില്ല ഈ രൂപത്തിലുള്ള മനസ്സുമായി ചെന്നാൽ. അതുകൊണ്ടാണ് യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ് ബിഖൽബിൻ സലീം. സലീമായ ഒരു ഹൃദയം, വക്രതയില്ലാത്തൊരു ഹൃദയം, ആ നിലക്കുള്ള കറയില്ലാത്ത ഒരു ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സർവശക്തൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ എല്ലാ ഹൃദയ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശാരീരികമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് കിടക്കുന്ന എത്രയോ സഹോദരങ്ങൾ, അള്ളാഹുവേ നീ അവർക്ക് സമ്പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറടം നീ സന്തോഷത്തിലാക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് നീ ഒരുമിച്ച് ചേർക്കണമേ നാഥ. ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നോമ്പുകൾ നീ അല്ലാഹുവേ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പോരായ്മകൾ നീ പുറത്തു തരണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار.
اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.